കേൾക്കുന്നില്ല. 1 അവർ മസാജിന് വരുന്നത് 1500 സാർ. ഒരാൾക്ക് 22 വയസ്സ്, പിന്നെ 26 വയസ്സ്, പിന്നെ 29 വയസ്സ്. കേൾക്കുന്നില്ല. 1 അവർ മസാജിന് വരുന്നത് 1500 സാർ. അതില് എന്തൊക്കെയുണ്ടാവും? സ്റ്റാഫ് ഉണ്ട്. ഒരാൾക്ക് 22 വയസ്സ്, പിന്നെ 26 വയസ്സ്, പിന്നെ 29 വയസ്സ്. എത്ര പേരുണ്ട്? 3 പേരുണ്ട് സാർ. മലയാളിയാ? എല്ലാരും മലയാളികളാ. പിന്നെ എക്സ്ട്രാ ഉണ്ടോ? ഉണ്ട് സാർ. എല്ലാതും ഉണ്ടോ? സാർ അതിവിടെ വന്ന് സ്റ്റാഫ് ഒന്ന് ഉറക്കം പറയും, കേൾക്കുന്നില്ല. സാർ അതിവിടെ വന്നിട്ട് സ്റ്റാഫുമായിട്ട് സംസാരിച്ചാൽ മതി. അല്ല അവര് ഓക്കെ ആണോ? സാർ കോപ്പറേറ്റീവ് സ്റ്റാഫ്. അതിനെത്ര വരിക? 500 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അല്ല അവര് എല്ലാത്തിനും ഓക്കെ ആണോന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ സാർ വന്നോളൂ, ഉണ്ട് സാർ, ഇവിടെ ഉണ്ട് വർക്കേഴ്സിന്റെ സ്റ്റാഫ്. അല്ല ഞാൻ വന്നിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ വെറുതാവൂലേ? ഇല്ല സാർ, ഉണ്ട്. 2 പേരെടുക്കുക, ഒരാളെടുക്കത്തില്ല. ഫുള്ളായി. സാർ വന്നോളൂ. സാർ ഇന്നത്തേക്ക് വരുന്നുണ്ടോ? ഞാൻ രാത്രി വന്നാലോ? രാത്രി ഒരു 10 മണിയാവുമ്പോ. സാർ ആ ടൈമിലൊക്കെ ക്ലോസ് ചെയ്യും. ഇവിടെ 7 മണിക്ക് തന്നെ, 6 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. അയ്യോ, എന്താ അത്ര നേരത്തെ ക്ലോസ് ചെയ്യുന്നത്? ഇവരൊക്കെ വീട്ടിൽ പോയി വന്നവരാണ്. ഒരാൾ പഠിക്കുന്ന കുട്ടിയാണ്. അയ്യോ, 5 മണിയാവുമ്പോ പഠിക്കുന്ന ആളുണ്ടോ? 22 വയസ്സുള്ള സ്റ്റാഫ് പഠിക്കുന്നതാണ്, ഡിഗ്രിക്ക് പഠിക്കുന്നു. അതെങ്ങനെ ഭംഗിയുള്ള നമ്മുടെ സ്റ്റാഫ് എല്ലാം സുന്ദരികളല്ലേ? നമുക്ക് നമ്മുടെ സ്റ്റാഫ് എല്ലാം സുന്ദരികളല്ലേ? സാർ വന്ന് നോക്കും, നല്ല സ്റ്റാഫാണ്. പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ കൊണ്ടുവരണോ? അത് സ്റ്റാഫിന്റെ കാണും. അതൊക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അവരുടെ അല്ല അവരുടെ അടുത്ത് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്ക് ഉണ്ടാവോ? സാറ് എന്തൊക്കെ കൊണ്ടുവരണം അതെല്ലാം കൊണ്ടുപോകാം. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു പ്രശ്നമില്ല സാർ. ഇന്ന് തന്നെ വരണം. ഞാൻ അപ്പോയിന്റ്മെന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, വന്നേക്കണേ. പിന്നെ എത്ര മണിയാകുമ്പോ എത്തും? ഡെയിലി വരണ സാറിന്. ഒരു പാക്കേജ് ഉണ്ടോ? 5 ദിവസത്തേക്കുള്ള പാക്കേജ് ഉണ്ട്. ഞാൻ പറയാം, ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനെത്ര ചാർജ് വരും? ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അതറിയില്ല. അല്ല അത് എനിക്ക് 2 പേരെ കിട്ടുമോ? സാർ കിട്ടും. സാർ എപ്പോഴത്തേക്കാണ് വരുന്നത്? എത്ര മണിക്ക് വരും സാർ? നാളെ.